മ്യൂക്കോ എപ്പിഡോമൈറ്റ് ട്യൂമറിന്റെ രണ്ടാം ഭാഗം. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണുവാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഈ രണ്ടാം ഭാഗത്തിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്ന ശസ്ത്രക്രിയയെ പറ്റിയാണ്, സർജറിയെ പറ്റിയാണ്. അപ്പോൾ ഈ ക്യാൻസർ പരോട്ടിഡ് ഗ്ലാൻഡിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഈ ലോ ഗ്രേഡ് ആണോ ഹൈ ഗ്രേഡ് ആണോ എന്ന് നോക്കും. ലോ ഗ്രേഡ് ആണെങ്കിൽ ഇതിന് ഈ പരോട്ടിഡ് ഗ്ലാൻഡ് ഈ ക്യാൻസറും പരോട്ടിഡ് ഗ്ലാൻഡും മൊത്തത്തിൽ ഇളക്കി കളയുക ചെയ്യുന്നു. അതല്ല ഹൈ ഗ്രേഡ് ആണെങ്കിൽ ഇത് സർജറി മാത്രം മതിയാവത്തില്ല, കഴുത്തിൽ ചെറിയ ചെറിയ നുണകളിലുള്ള കംപ്ലീറ്റ് സ്വെല്ലിങ് ഇളക്കണം. അതിന് നെക്ക് ഡിസെക്ഷൻ എന്ന് പറയും. അതിന് കൂടെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണങ്ങിക്കഴിഞ്ഞിട്ട് റേഡിയോതെറപ്പി വേണ്ടി വന്നേക്കാം, കീമോതെറപ്പിയും വേണ്ടി വന്നേക്കാം. ഇതെല്ലാം കംപ്ലീറ്റ് വർക്കപ്പ്, സെക്കൻഡറീസിൻ്റെയും വർക്കപ്പ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ രണ്ടാം ഭാഗത്തിലെ ശസ്ത്രക്രിയയെ പറ്റി ഞാൻ പറയാൻ പോകുന്നത് അത് അതിൻ്റെ കെയറിനെ പറ്റിയാണ്. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിയും. അങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിയുമ്പം ആദ്യം വേണ്ടത് നമ്മൾ കുറേ ബ്ലഡ് ടെസ്റ്റ് എടുക്കും, എക്സ്റേ എടുക്കും, ചെസ്റ്റ് എക്സ്റേ എടുക്കും, ECG എടുക്കും. ഇതെല്ലാം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ അനസ്തീഷ്യ ഡോക്ടറിനെ, മൈക്ക് ഡോക്ടറിനെ പോയി കാണാൻ പറയും. ആ ഡോക്ടർ നോക്കിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ പറയും ഒരു ജനറൽ ഫിസിഷ്യനെ, ചിലപ്പോൾ പറയും ഒരു കാർഡിയോളജി ഡോക്ടറിനെ കണ്ടിട്ട് ക്ലിയറൻസ് വാങ്ങിച്ചിട്ട് വരാൻ പറയും. അത് കഴിഞ്ഞ ഉടനെ തിരിച്ച് അനസ്തീഷ്യ വന്ന് എല്ലാം ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻ്റെ ഡേറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ ഡേറ്റിന് ഏത് ഡേറ്റിൽ ഓപ്പറേഷൻ ചെയ്യുന്നു അതിൻ്റെ ഒരു ദിവസം മുമ്പേ അഡ്മിറ്റായി നിങ്ങളുടെ നിന്ന് കൺസേൺഡ് വാങ്ങിക്കും. കൺസേൺഡ് എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ കൺസേൺ ഫോം ഉണ്ട്. അതിനകത്ത് എന്താണ് നിങ്ങളുടെ ഡയഗ്നോസിസ്, എന്താണ് ശസ്ത്രക്രിയ ചെയ്യാൻ പോകുന്നത്, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്, ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞ് പേഷ്യൻ്റെ ഒപ്പ്, കൂടെ ഒരു വിറ്റ്നസ് ഒപ്പ് ആ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഡോക്ടറും സൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ പരോട്ടിഡെക്ടമിയുടെ കോംപ്ലിക്കേഷൻ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ അകത്ത് ബ്ലീഡിങ് വരാനുള്ള ചാൻസസ് ഉണ്ട്, ഇവിടെ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ്. ഇൻഫെക്ഷൻ യൂഷ്വലി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്, ബ്ലീഡിങ് ആദ്യത്തെ 2 ദിവസത്തിലാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അതുകൂടാതെ ചിലപ്പം ആ ഭാഗത്ത് ഉള്ള നരമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. പറയാൻ കാര്യം ഓൾറെഡി ഇത് ക്യാൻസറാണെന്ന് നമുക്കറിയാം. അപ്പോൾ ക്യാൻസർ പേഷ്യൻറ്റിന് നമ്മൾ വരുന്നത് തന്നെ ഈ നരമ്പ് ഡാമേജ് ആയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കാണുമ്പോഴാണ് അറിയുന്നത് ആ നരമ്പിനെ ചുറ്റും, അതും തൊട്ട് അതിനകത്ത് തന്നെ ചുറ്റി നിൽക്കുകയാണ് എന്ന് പറയുമ്പം ആ ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്ത കോംപ്ലിക്കേഷൻ ഫ്രയസ് സിൻഡ്രോം. അതായത് എപ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നു ആ സമയത്ത് ഈ ഭാഗത്ത് മാത്രം ഒന്ന് വിയർക്കും. അതാണ് ഫ്രയസ് സിൻഡ്രോം. ഇപ്പോൾ ഇതെല്ലാം പരോട്ടിഡെക്ടമിയുടെ കോംപ്ലിക്കേഷൻസ് ആണ്. നെക്ക് ഡിസെക്ഷൻ്റെയും വേറെ കോംപ്ലിക്കേഷൻസ് ഇതിനോട്ട് കിടക്കുന്നില്ല. ഇപ്പോൾ ഓപ്പറേഷൻ പരോട്ടിഡെക്ടമിയാണ്. അപ്പോൾ അതിൻ്റെ ഇൻസിഷൻ, അതായത് എവിടം വരെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഈ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ബാക്കിലോട്ട് പോയി ഇതിലെ വന്ന് കംപ്ലീറ്റ് കഴുത്തിലോട്ട് ഇറങ്ങി ഇങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്. ഇതാണ് എൻ്റെ ഇൻസിഷൻ. അപ്പം ഇത് തുറന്നു കഴിഞ്ഞ് ക്യാൻസറും പരോട്ടിഡും എല്ലാം ഇളക്കി കഴിഞ്ഞ് തിരിച്ച് തുന്നൽ ആയി കഴിയുമ്പം നമ്മൾ ചെറിയൊരു ഡ്രെയിൻ വെക്കും. അകത്ത് രക്തം കട്ടി ആവാതെ നിൽക്കാൻ വേണ്ടി ഒരു ഡ്രെയിൻ വെക്കും. അപ്പോൾ ആ ഡ്രെയിൻ ഒരു ദിവസം കാണും. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ പോസ്റ്റ് ഓപ്പ് കെയറിന് വേണ്ടി സർജിക്കൽ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞ് 4 മണിക്കൂറത്തേക്ക് ഒന്നും കുടിക്കാനോ കഴിക്കാനോ പാടില്ല. അത് കഴിഞ്ഞ് കുറച്ച് ആദ്യം വെള്ളം തരും. പിന്നെ ആ ദിവസം വോമിറ്റ് ചെയ്തില്ലെങ്കിൽ ആ ദിവസം ലിക്വിഡായിട്ടാണ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഈ 4 മണിക്കൂർ വെയിറ്റിംഗ് പീരീഡിൽ IV ഫ്ലൂയിഡ്സ് പോയിക്കൊണ്ടിരിക്കും. സ്റ്റാഫ് നഴ്സ് ഒന്ന് നിങ്ങളുടെ പൾസ് റേറ്റും BPയും ഇവിടെ വീക്കമുണ്ടോ, വേദന കൂടുന്നുണ്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അടുത്ത ദിവസം രാവിലെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ആ ചെറിയൊരു ഡ്രെയിൻ ഉള്ളത്, IV ആൻറ്റിബയോട്ടിക് ഉണ്ട്, പിന്നെ പെയിൻ കില്ലറും കാണും. പിന്നെ ഈ ചെറിയ ഡ്രെയിൻ ഉള്ളത് ഓപ്പറേഷൻ സമയത്ത് വെച്ച് ഡ്രെയിൻ ഇളക്കും. ഇളക്കി കഴിഞ്ഞ് ഊണ്ടൊക്കെ നോർമൽ ആണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും. പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്, വേദനയ്ക്കുള്ള മരുന്ന്, നീര് കുറയാനുള്ള മരുന്ന് ചില ഡോക്ടർമാർ എഴുതും.
പിന്നെ കുറച്ച് വൈറ്റമിനും. ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മൾ എഴുതുന്ന മരുന്നുകൾ. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രഷർ ബാൻഡേജ് ആയിട്ടാണ് വിടുന്നത്. അപ്പം മരുന്നുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക്സ് കാണും, വേദന കുറയാനുള്ള മരുന്ന് കാണും. എല്ലാ 3 ദിവസവും ഈ വൂണ്ട് ക്ലീൻ ചെയ്യണം. അടുത്തുള്ള ഹോസ്പിറ്റലിൽ വരാം, നമ്മുടെ അടുത്ത് വന്നിട്ടും ചെയ്യാം. പക്ഷെ നമ്മുടെ അടുത്ത് അതല്ല, അടുത്തുള്ള ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും വൂണ്ട് ക്ലീനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരേണ്ട 7 ദിവസം കഴിഞ്ഞിട്ട്. അന്ന് വരുമ്പം നമ്മൾ ചെയ്ത ശസ്ത്രക്രിയയുടെ ബയോപ്സിയുടെ റിപ്പോർട്ട് റെഡി ആയിരിക്കണം. അപ്പോൾ റെഡി ആയിരിക്കും, തുന്നൽ ഇളക്കാൻ പറ്റും. അപ്പോൾ വീട്ടിൽ ഈ 7 ദിവസം ഒരുപാട് വെള്ളം കുടിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞു, വലിയ ഓപ്പറേഷൻ കഴിഞ്ഞു, വീട്ടിൽ തന്നെ അങ്ങനെ ആണെന്ന് പറഞ്ഞു കട്ടിലിൽ തന്നെ ഇരിക്കരുത്. നോർമലായിട്ട് വീട്ടിൽ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യണം. ബാലൻസ് ആയിട്ട് ഡയറ്റ് കഴിക്കണം. പിന്നെ ചെറിയൊരു നനവ് പോലെ ബാൻഡേജിലുണ്ടാവും, അത് വിഷമിക്കേണ്ട. ഒരു ടൈറ്റ് പിടുത്തം പോലെ ഉണ്ടാവും, അതും നോർമലാ, അതും വിഷമിക്കേണ്ട. 7ാം ദിവസം നിങ്ങൾ തിരിച്ചു വരുമ്പം ആ തുന്നൽ ഇളക്കുന്നതായിരിക്കും. പിന്നെ 2 ആഴ്ചത്തേക്ക് കഴുത്ത് ഒരുപാട് തിരിയരുത്, മുകളിലോട്ടും ഒരുപാട് നോക്കരുത്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഒരു 3-4 ദിവസത്തേക്ക് വായ്ക്കകത്ത്, തൊണ്ടയ്ക്കകത്ത് വേദന പറയും മിക്ക പേഷ്യൻസും. അത് പറയാൻ കാര്യം, ഇൻറ്റുബേഷൻ ചെയ്യുന്ന സമയത്ത് മയക്ക് ഡോക്ടർ ട്യൂബ് ഇടുന്ന സമയത്ത് ട്യൂബ് കൊള്ളുന്നതുകൊണ്ട് 3-4 ദിവസം വരുന്ന കംപ്ലൈൻ്റ് ആണിത്. അത് തന്നെത്താൻ മാറുകയും ചെയ്യും. ഈ 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത്. അതല്ല, ഈ 7 ദിവസത്തിനകത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ വരണം. അതായത് പനി ഉണ്ടെങ്കിൽ, ആ ഓപ്പറേഷൻ ചെയ്ത സൈറ്റിൽ ഭയങ്കര വേദന കൂടുതലുണ്ടെങ്കിൽ, വീക്കം കൂടുതലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആ ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് ഒരു പിൻ വെച്ച് കുത്തുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, കഴുത്ത് അനക്കുമ്പോൾ ഭയങ്കര വേദന ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഡോക്ടറുടെ ഒരു എമർജൻസി കോൺടാക്ട് നമ്പർ തന്നു കാണും. ആ നമ്പറിൽ വിളിച്ചിട്ട് അതേ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിനെ തന്നെ കാണുകയും വേണം. ഇതുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ 7ാം ദിവസം പോയി കണ്ടാൽ മതി. കണ്ടു കഴിഞ്ഞ് തുന്നലൊക്കെ ഇളക്കി ലോ ഗ്രേഡ് ആണ് വരെ ഒന്നും ചെയ്യേണ്ട. ഹൈ ഗ്രേഡ് ആണെങ്കിൽ കീമോതെറപ്പിയും റേഡിയോതെറപ്പിയും വേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെതായ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ റെഫർ ചെയ്യുന്നതായിരിക്കും. ആയിട്ട് അതിൻ്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഫുൾ കോഴ്സ് എടുക്കുവാണെങ്കിൽ നല്ലത്. അപ്പം ലോ ഗ്രേഡ് ആണെങ്കിൽ അതിൻ്റെ പ്രോഗ്നോസിസ് ഭയങ്കര നല്ലതാണ്. ഹൈ ഗ്രേഡ് ആണെങ്കിൽ ഇത്രയും ചെയ്താൽ പോലും അതിൻ്റെ പ്രോഗ്നോസിസ് കുറവാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മ്യൂക്കോ എപ്പിഡോമൈഡ് ട്യൂമർ പരോട്ടിഡ് മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.